നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2000-ൻ്റെ മധ്യത്തിലെ ബ്രസീൽ ടീം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വല്ലാത്തൊരു ടീമായിരുന്നു അത്. വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ച പോലെ ബ്രസീലിൻ്റെ ഐക്കണുകൾ, ലെജൻഡുമാർ ഒത്തൊരുമിച്ച് കളിക്കളത്തിലിറങ്ങി മെക്സിക്കോയുടെ ലെജൻഡറി ടീമിനെതിരെ. കക്കയുണ്ടായിരുന്നു, അതുപോലെ റൊണാൾഡിനോ ഉണ്ടായിരുന്നു, അഡ്രിയാനോ ഉണ്ടായിരുന്നു, ഗിൽബർട്ടോ സിൽവയുണ്ടായിരുന്നു. 2022 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ മധ്യനിരയിലെ ശക്തനായ സാന്നിധ്യമായിരുന്നു. പിന്നെ ആഴ്സണലിൻ്റെ ലെജൻഡായിട്ട് മാറിയ ഗിൽബർട്ടോ സിൽവ, ഗോൾ കീപ്പർ ഹൂലിയോ സെസാർ ഉണ്ടായിരുന്നു. പിന്നെ ബ്രസീൽ ഡിഫൻസിൻ്റെ ശക്തി ദുർഗമായിരുന്നു ലൂസിയോ ഉണ്ടായിരുന്നു, മാഴ്സലോ ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച ടീമും കൊണ്ടാണ് ബ്രസീലിൻ്റെ ലെജൻഡുമാർ ഇറങ്ങിയത്. മറുഭാഗത്ത് മെക്സിക്കോയുടെ ലെജൻഡുമാരും അണിനിരന്നപ്പോൾ മികച്ചൊരു മത്സരമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ കഴിഞ്ഞത്. മെക്സിക്കോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ ഇതിഹാസങ്ങൾ ആദ്യം ലീഡെടുക്കുന്നു. അത് റൊണാൾഡിനോ ശരിക്കും പറഞ്ഞ പഴയ പ്ലേമേക്കർ. ആ സ്കിൽഫുള്ളായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന മനോഹരമായ കാഴ്ച കാണാൻ പറ്റി. എന്നിട്ട് അദ്ദേഹം അതിസുന്ദരമായിട്ട് ഒരു ബോൾ കൊടുക്കുന്നു അഡ്രിയാനോയുടെ ഫിനിഷിങ്ങിന് ഒട്ടും കുറവ് പറ്റിയിട്ടില്ല എന്ന് കാണിക്കുന്ന മനോഹരമായൊരു ഫിനിഷിങ്ങും കണ്ടു ബ്രസീൽ 1-0 മുന്നിൽ. പിന്നെ കക്കയുടെ ഗോൾ വിറക്കുന്നു. ബ്രസീലിയൻ ഇതിഹാസം കക്ക ഒരു സോളോ ഗോളാണ് നേടിയത്. മനോഹരമായിട്ടുള്ള നീക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹം പന്ത് മെക്സിക്കോയുടെ വലയിലേക്ക് എത്തിക്കുന്നു. 2-0 മുന്നിൽ കയറിയതാണ് ബ്രസീൽ. പക്ഷേ രണ്ടാം പകുതിയിൽ മികച്ച രൂപത്തിലുള്ള തിരിച്ചുവരവ് മെക്സിക്കോ നടത്തി. മെക്സിക്കോയുടെ ലെജൻഡുമാരായിട്ടുള്ള ഒഴിവെ, പെഡാൽറ്റ, അതുപോലെ തന്നെ കോട്ടിമോ ബ്ലാങ്കോ എങ്ങനെ മറക്കാനാണല്ലേ. ബോൾ 2 കാലുകൾക്കിടയിൽ വെച്ച് ഉയർന്നു ചാടി തന്നെ മാർക്ക് ചെയ്യുന്ന ആളെ മറികടന്ന് പോയിരുന്ന ബ്ലാങ്കോയുടെ സ്കില്ല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ കോട്ടിമോ ബ്ലാങ്കോ, അതുപോലെ റാഫേൽ മാർക്വേസ്, മറ്റൊരു മെക്സിക്കൻ ഇതിഹാസം, ഇവരൊക്കെ മെക്സിക്കോയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയിരുന്നു. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള മികച്ച നീക്കങ്ങൾ രണ്ടാം പകുതിയിൽ കണ്ടപ്പോൾ ബ്രസീലിയൻ ലെജൻഡുമാർ തോറ്റുപോയി. 3-2 കളി മെക്സിക്കോയാണ് വിജയിച്ചത്. ഒരു എക്സിബിഷൻ മാച്ചാണ്. മത്സരത്തിൻ്റെ റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടെ എസ്റ്റാഡിയോ ആസ്റ്റക്കയിൽ വമ്പന്മാരുടെ ഒരു മത്സരം, അല്ലെങ്കിൽ ഐക്കോണിക് താരങ്ങളുടെ ഒരു മത്സരം, അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസങ്ങൾ കക്കയും അതുപോലെ റൊണാൾഡിനോയും അഡ്രിയാനോയും ഒക്കെ തങ്ങളുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ച് കളി പുറത്തെടുത്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.